Hi everyone, this is Jebin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഔട്ട്ഡോർ ആണ്. ഓഫ് കോഴ്സ് ഞാനിപ്പോൾ നമ്മുടെ ആപ്പിൾ നോയിഡയിൽ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ യൂപ്പിലുള്ള ആപ്പിൾ നോയിഡയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് പൂനെയിലേക്ക് കയറിയിരിക്കുകയാണ്. പൂനെയിൽ ഒരു ഔട്ട്ഡോർ ന്യൂസ് ഷൂട്ട് ചെയ്യാൻ വെച്ചിട്ടാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ന്യൂസിനൊന്നും ഒരു ക്ഷാമവുമില്ല. പുതിയ പുതിയ കാര്യങ്ങളും അവർക്ക് അപ്ഡേഷൻസും നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടും. സോ ഇതേപോലെ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ബാക്കി ഞാൻ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് ജെബിൻ സേവ്യ. വെൽക്കം ബാക്ക് ടു എവിക്ക. നമ്മുടെ ഒന്നാമത്തെ കാര്യം അപ്ഡേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. iOS 26.2ൻ്റെ പുതിയ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റിൽ കുറേയധികം പുതിയ ഫീച്ചേഴ്സും മേജറായിട്ടുള്ള ബഗ് ഫിക്സും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഐഫോൺ മാത്രമല്ല, വാച്ചിനും മാക്കിനും എല്ലാ പ്രൊഡക്റ്റുകൾക്കും ആപ്പിളിൻ്റെ പുതിയ അപ്ഡേഷൻ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. സോ ഈ ഒരു അപ്ഡേറ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ടാവും. എന്തായാലും ചെക്കൗട്ട് ചെയ്യാം, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അടുത്തൊരു കാര്യം, ആപ്പിളിൻ്റെ 5th സ്റ്റോറായിട്ടുള്ള ആപ്പിൾ നോയിഡ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ യുപിയിൽ നിന്ന് വന്ന വഴിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ 5ാമത്തെ സ്റ്റോർ, ഇന്ത്യയിലെ ഒഫീഷ്യൽ 5ാമത്തെ സ്റ്റോറും ആപ്പിൾ നോയിഡയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആപ്പിൾ നോയിഡയല്ല, യുപിയിലുള്ള നോയിഡയിൽ ആപ്പിൾ നോയിഡ എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പുതിയ 5ാമത്തെ സ്റ്റോറും കൂടെ ആപ്പിൾ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഡൽഹിയിലാണെങ്കിൽ ഡൽഹി സാക്കിയിട്ട് ഡൽഹിയുടെ അടുത്ത് തന്നെ, യുപിയിലാണെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ നോയിഡയിലും പോവാം, നമ്മുടെ ബാംഗ്ലൂരിലെ ഹെബ്ബാലിൽ പോവാം, പൂനെയിലാണെങ്കിൽ ഇവിടെ ഈ കൊറിയോഗാവ് പാർക്കിൽ നിങ്ങൾക്ക് വരാം. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കേരളത്തിലില്ല. 2027, 26, 28 ഈ ഏതെങ്കിലും ടൈമിൽ ആപ്പിളിൻ്റെ പുതിയ സ്റ്റോർ വരുമെന്ന് ഞാൻ അവിടെ ഉണ്ടായ ഒരു സമയത്ത് ഒരു ആപ്പിൾ എംപ്ലോയി എടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു 3 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയിലെ കേരളത്തിനുള്ളിലും നമുക്ക് വരാനുള്ള ചാൻസ് എന്ന് കിട്ടിയ റിപ്പോർട്ട്. അടുത്ത ന്യൂസ്, ആപ്പിളിൻ്റെ ഹോം പാഡ് എന്ന് പറഞ്ഞ പുതിയ പ്രൊഡക്റ്റ് റിലീസാവും. ഈ കൊല്ലം വരുമെന്ന് നമ്മളെല്ലാവരും കരുതി. പക്ഷേ അത് ലോഞ്ച് ആയില്ല. അൺഫോർച്ചുനേറ്റ്ലി ഇനി അടുത്ത കൊല്ലമാണ് ഇനി എല്ലാ പ്രൊഡക്റ്റിലും ലോഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. 2025 ഈ ഒരു വട്ടം വന്ന iOS 26.2 കുറച്ചധികം കോഡിങ് നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ നമുക്ക് 2-3 കാര്യങ്ങൾ ശ്രദ്ധപ്പെട്ടു. ഒന്നാമത്തെ, ഹോം പാഡിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ്, ഒരു കോഡിംഗ് പാറ്റേൺ അതിൽ വരുന്നുണ്ട്. സോ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ 2026 നമുക്കൊരു പുതിയ ഹോം പാഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂടാതെ തന്നെ AirTag 2nd ജനറേഷനും വരാനുള്ള ചാൻസ് ഉണ്ട്. AirTag 2nd ജനറേഷനിൽ കുറച്ച് പുതിയ പുതിയ മാറ്റങ്ങളും അപ്ഡേറ്റ്സും വരുന്നുണ്ട്. ഒന്നാമത്തെ, ക്രൗഡഡ് ആയ ഏരിയയിൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയുള്ള ട്രാക്കിംഗ് നമുക്ക് ലഭിക്കും. പെയറിംഗ് ഇല്ലേ, ഐഫോണും എയർടാഗും തമ്മിലുള്ള പെയറിംഗ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആവാനും ചാൻസ് ഉണ്ട്. അതോടൊപ്പം മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള പിൻ പോയിന്റ് സെർച്ചിങ്ങും നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് AirTag 2nd ജനറേഷനിൽ വരും എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. റേറ്റ് ഏകദേശം ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന 3500 രൂപ തന്നെയായിരിക്കുമെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. ഇതേപോലെ ഒരു 4 പാക്കും നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തൊരു പ്രോഡക്റ്റാണ് ആപ്പിൾ തന്നെ ഒരു ഡിസ്പ്ലേയും കൂടെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് 27 ഇഞ്ചിൻ്റെ ഒരു പുതിയ ഡിസ്പ്ലേ ആയിരിക്കും വരാനുള്ള ചാൻസ്. ഈ ഒരു ഡിസ്പ്ലേയിൽ OLEDയുടെ മിനി ഡിസ്പ്ലേയും അല്ലെങ്കിൽ മിനി LED ഡിസ്പ്ലേ ടെക്നോളജി ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ 3 പ്രൊഡക്റ്റ് ഇപ്പോൾ 2026 ഒരു മാർച്ചിൽ അല്ലെങ്കിൽ Q1 ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. 1 AirTag 2nd ജനറേഷൻ, 2 ഹോം പാഡ്, 3 ഒരു പുതിയ ഡിസ്പ്ലേ എന്നിങ്ങനെ 3 പ്രൊഡക്റ്റും വരുന്ന ഏറ്റവും അടുത്ത് തന്നെ ലഭിക്കാനുള്ള ചാൻസ് ആണ് നമുക്ക് കിട്ടിയ iOS 26.2ൻ്റെ കോഡിങ്ങിന് മനസ്സിലായത്. ഇനി അപ്ഡേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വിട്ടുപോയ ഒരു അപ്ഡേറ്റ് ആണ് എയർപോഡ്സിന് പുതിയ ഫേംവെയർ അപ്ഡേറ്റ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. AirPods Pro 3-നും AirPods Pro 2-നുമാണ് ഈ ഒരു ഫേംവെയർ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഐഫോണിലെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ എയർപോഡ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസിലും അപ്ഡേഷൻ ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഫേംവെയർ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങൾക്ക് നോയ്സ് ക്യാൻസലേഷനും അതിൻ്റെ കൂടെ തന്നെ ട്രാൻസ്പെറൻസി മോഡും കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത്, F1 എന്ന മൂവി ഇപ്പോൾ ആപ്പിൾ TV അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് കിട്ടിയ റിപ്പോർട്ട്. ഞാനത് ആപ്പിൾ TV എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത്. എനിക്ക് 3 മാസത്തെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. കാരണം പുതിയ ഐഫോൺ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഓഫർ കിട്ടും. അത് ക്ലെയിം ചെയ്യാത്തതുകൊണ്ടാണെന്നോ എനിക്ക് ഫ്രീ ആയിട്ട് കാണാനുള്ള ഓപ്ഷൻ ലഭിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളൊരു ആപ്പിൾ TV യൂസറാണെങ്കിൽ ആ ഒരു സിനിമ ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് കിട്ടിയ റിപ്പോർട്ട്. അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. കാരണം എല്ലാ യൂസേഴ്സിനും അത് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമല്ലേ. ഏറ്റവും നല്ലൊരു മൂവിയാണ് ആപ്പിളിൻ്റെ F1 എന്ന് പറയുന്നത്. സോ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. ഈ ഒരു മൂവി ഇപ്പോൾ ആപ്പിൾ TV അവൈലബിൾ ആയിട്ട്. വീട്ടിലാണെങ്കിൽ കൊതുക്, പുറത്താണെങ്കിൽ ഈച്ച. സോ
ഇന്നത്തെ ഈ ഒരു ആപ്പിൾ ന്യൂസിൻ്റെ വീഡിയോയിൽ പുതിയ കാര്യം അറിഞ്ഞു മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. റെഗുലറായിട്ട് നമ്മൾ മാക്സിമം മുടങ്ങാതെ തന്നെ എല്ലാ ഞായറാഴ്ചയും ന്യൂസ് ഇടാറുണ്ട്, മാക്സിമം ശ്രമിക്കാറുണ്ട്. ഇതേപോലെ ഔട്ട്ഡോർ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് തരുന്നത് റെഗുലറായിട്ട് വീക്കിലി അപ്ഡേറ്റ്സ് നിങ്ങൾ അറിയാനാണ്. ഇതേപോലെ നിങ്ങൾക്ക് എല്ലാ കാര്യം അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പ് വരുത്തുക. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, പക്ഷെ നമുക്ക് അതൊരു വലിയ കാര്യം തന്നെ. അതിൻ്റെ കൂടാതെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ റീൽസ് ആയിട്ടും സ്റ്റോറീസ് ആയിട്ടും പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് Bin Xavier signing from Evika.